ഹലോ, ഇന്നത്തെ വീഡിയോ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയുള്ള ഹെയർ ആക്സറീസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ കാണിക്കുന്നത് നമ്മുടെ അടുത്തുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ. ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ആദ്യം കാണിച്ചു തരാം. എന്നിട്ട് അത് വെച്ചിട്ടുള്ള കുറച്ചധികം തന്നെ പോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ആദ്യം വരുന്നത് ഗ്ലിറ്റർ ഫോം ഷീറ്റ്, ഓറഞ്ച്, വൈറ്റ്, ഗ്രീന്, ഈ 3 കളേഴ്സിൽ വരുന്നുണ്ട്. ഒരു പീസ് 13 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫോം ഫ്ലവർ വരുന്നുണ്ട്. അത് നമ്മുടെ അടുത്ത് വൈറ്റും ഗ്രീനും മാത്രമേ ഉള്ളൂ കേട്ടോ. ഓറഞ്ച് ഇല്ല. ഓറഞ്ച് നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങാം. പിന്നെ വരുന്നത് ഇതാ സാറ്റിൻ റിബണാണ്, 1/2 ഇഞ്ചിൻ്റെയാണ് കേട്ടോ ഇതും ഈ പറയുന്ന പോലെ വൈറ്റും ഗ്രീനും ആണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഓറഞ്ച് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കത് വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ വെറും മീറ്ററിന് 3 രൂപ വെച്ചിട്ടൊക്കെയാണ് കേട്ടോ ഇത്രയും ക്വാളിറ്റിയുള്ള റിബൺസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. മിക്കവാറും ഒരാഴ്ച കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പല ഐറ്റംസിൻ്റെ റേറ്റ് മാറ്റം വരുത്തും കേട്ടോ. മാറ്റം വരുത്തുമെന്ന് പറഞ്ഞാൽ ഇനി കുറക്കുകയല്ല, നമ്മളിപ്പോൾ മാക്സിമം കുറച്ചിട്ടാണ് പറഞ്ഞല്ലോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി അതിന്ന് കുറച്ചും കൂടി കൂട്ടിയിട്ട് ഇടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇത് 1 ഇഞ്ചിൻ്റെ പ്രിൻറ്റഡ് ഗ്രോസ് ക്രെയിനാണ് കേട്ടോ. അതായത് 3 കളറ് വരുന്ന ഗ്രോസ് ക്രെയിനാണ്. ഇപ്പോൾ പ്രിൻറ്റഡ് ഗ്രോസ് ക്രെയിൻ്റെ ഒക്കെ റേറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, 16 രൂപയൊക്കെയാണ് മീറ്ററിന്. അല്ല, 16 നമ്മൾ ഇപ്പോൾ ഓഫർ പ്രൈസിന് കൊടുക്കുന്നത്. നമ്മുടെ മാർക്കറ്റിൽ 25 രൂപയാണ് കേട്ടോ മീറ്ററിന് റേറ്റ് വരുന്നത്. ഇത് നമ്മൾ വെറും കൊടുക്കുന്നത് 13 രൂപക്കാണ് ഇൻഡിപെൻഡൻസ് ഡേയുടെ റിബൺ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതും നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. പിന്നെ അടുത്തത് ഗ്രോസ് ക്രെയിൻ റിബൺ തന്നെ. ഇത് മീറ്റർ വെറും 10 രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിലും ഓറഞ്ച് വരുന്നുണ്ട്, അതുപോലെ തന്നെ വൈറ്റ്, പിന്നെ ഒരു ലൈറ്റ് ഗ്രീനാണ് കേട്ടോ. ഇങ്ങനെ 3 കളേഴ്സ് ഇതിലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ റിബൺസ് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ഏതൊരു ബോ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു റിബൺ വെച്ചിട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൽ കാണിക്കുന്ന മോഡൽസ് നിങ്ങൾക്ക് ഇത് മാത്രമായിട്ടല്ല, നിങ്ങൾക്ക് വേറെ ഇതിലും ചെയ്യാം. ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടി കാണിക്കണമെന്നുണ്ടെങ്കിൽ പോലും ഇതല്ലാതെ വേറെ റിബൺസ് വെച്ചിട്ടും നിങ്ങൾക്കല്ലാത്തപ്പോൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു മോഡലാണ് കേട്ടോ. ഇതെങ്ങനെ ഒരു പണിയില്ല, സിമ്പിളാണ്. അരി കുരുക്കി കൊടുക്കുക, എന്നിട്ട് നമ്മൾ ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് ഞാൻ സൂചി നൂലും വെച്ചിട്ട് ഒന്ന് തുന്നി വരാം കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ബോയ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് നല്ല ഭംഗിയുള്ളൊരു ബോയാണ്. ഇപ്പോൾ ഇത് ചെറിയ സൈസാണ്. ഇതിനിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വലുതാണെന്ന് വേണ്ടതെങ്കിൽ അതിനനുസരിച്ചിട്ട് വലുപ്പം കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊന്നും ഞാനൊരു കറക്റ്റ് അളവോ കാര്യങ്ങളൊന്നും വെച്ചിട്ടല്ല. അപ്പം നിങ്ങൾക്കും ഇതുപോലൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നിങ്ങൾ പെയറായിട്ട് ചെയ്യുമ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് സെയിം വലുപ്പത്തിൽ തന്നെ അടുത്ത ക്ലിപ്പിലും ചെയ്തെടുക്കണം. അപ്പം അങ്ങനെയൊക്കെ നോക്കേണ്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു രീതിയിൽ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം എല്ലാത്തിൻ്റെയും നിങ്ങൾക്കൊരു മോഡൽസാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതിലൊക്കെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടുവിൽ നമുക്ക് 1 ഇഞ്ചിൻ്റെ റിബൺ വരുന്നുണ്ട്. ഡാർക്ക് ബ്ലൂ, നേവി ബ്ലൂ ആയിട്ടുള്ള 1 ഇഞ്ചിൻ്റെ റിബൺ വരുന്നുണ്ട്. നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുക. 1 ഇഞ്ചിൻ്റെ ഇടന്ന് കരുതിയിട്ട് കുഴപ്പമില്ല. നിങ്ങൾക്കത് 2, 3 മടക്കാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് നടുവിലൂടെ കെട്ടിക്കൊടുക്കാം കേട്ടോ. കെട്ടി ഒട്ടിച്ച് കൊടുത്ത് സെറ്റാക്കി വെക്കാം. ഇപ്പോൾ ഇതാ എടുക്കുന്ന അളവ് ഒരേ അളവിൽ തന്നെ 3 പീസും കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം, ഇതുപോലെ നമ്മൾ സാധാ ബോ തയ്യാറാക്കുന്ന പോലെ 2 മടക്ക് ഇങ്ങനെ മടക്കി എല്ലാതും
രണ്ടാമത്തെയും മടക്കി മൂന്നാമത്തെയും ഇതേപോലെ മടക്കി കൊടുത്ത് ഇങ്ങനെ ഇതാ ഇങ്ങനെ ഒരു ബോ തയ്യാറാക്കി എടുക്കാം. ഇതും നല്ല ഭംഗിയാണ് കാണാൻ, കണ്ടോ? ഇങ്ങനെ തയ്യാറാക്കി എടുക്കാം. അല്ലെങ്കിൽ വേറൊരു മോഡൽ കാണിച്ചു തരാം കേട്ടോ. അപ്പം അതിനായിട്ട് നമ്മൾ ഈ മുകളിൽ വെക്കുന്ന ഈ ഒരു ഓറഞ്ച് ആവുമല്ലോ മുകളിൽ വരിക, അത് നമ്മൾ ഇങ്ങനെ പകുതിയിൽ നിന്ന് കുറച്ചൊരു കട്ടിട്ട് കൊടുക്കുക. അതിന് ശേഷം വൈറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു വൈറ്റിൻ്റെ ഒരു ഭാഗത്തും ഇതുപോലെ കട്ടിട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം നമ്മൾ കട്ടിട്ട് കൊടുക്കുന്നത് ഏകദേശം ഒരളവിലാവാൻ നോക്കുക. ഒന്ന് വലുതും ഒന്ന് ചെറുതും ആവാതെ ഏകദേശം ഒരു കണക്കിന് ആക്കാൻ നോക്കുക. എന്നിട്ട് ഇതാ ഈ ഓറഞ്ചിൻ്റെ ഈ കട്ടിട്ട ഭാഗം താഴേക്ക് വെക്കുക. അതിനുശേഷം ഈ വൈറ്റിൻ്റെ കട്ടിട്ട ഭാഗം താഴേക്കാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ ശരിക്ക് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഗ്രീനിൽ നമ്മൾ കട്ടൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഇതുപോലെ നമ്മളൊരു ബോയാക്കി എടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇത് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 തട്ടായിട്ടൊക്കെ നമ്മൾ ബോ ചെയ്യുമ്പോൾ നമുക്ക് നല്ല സിമ്പിളായിരിക്കും കേട്ടോ, നമുക്കിങ്ങനെ മടക്കിയെടുക്കാൻ. പക്ഷെ അങ്ങനെ 3 തട്ടൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെ സെറ്റാക്കി പിടിക്കുമ്പോഴത്തേന് ഇതൊക്കെ പോരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ഗ്ലൂ ഒന്നും അധികം ആക്കരുത്, കുറച്ച് ഗ്ലൂ തേച്ചിട്ട് ഇതൊക്കെ ഒന്ന് ഈ ഭാഗത്തും ഒന്ന് സെറ്റാക്കി ഒട്ടിച്ച് വെക്കുക. ഒട്ടിച്ച് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളെ അടുത്ത ബോയും റെഡി ആയിട്ടുണ്ട്. അടുത്തതൊരു ഫ്ലവർ ടൈപ്പിൽ നമുക്ക് ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇതിലൊക്കെ ഞാൻ പറയുന്ന പോലെ നടുവിൽ നിങ്ങൾക്ക് വേണ്ടത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൽ നമുക്കൊരു ഫ്ലവർ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് വെറുതെ ചെയ്യുന്നത് കാരണം കൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വരക്കുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ആദ്യം ഒരു കാർഡ്ബോർഡിലൊക്കെ ഇതിൻ്റെ ഷേപ്പ് വരച്ചെടുത്തതിന് ശേഷം മാത്രം ഇതിൽ വെച്ചിട്ട് വരക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 4 പെറ്റൽസോ 5 പെറ്റൽസോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും വരച്ചെടുക്കുക കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വരച്ചെടുക്കുക. ഒരു ഫ്ലവർ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ഇതിൻ്റെ വലുപ്പത്തിന് തന്നെ നമ്മൾ അടുത്തതും ചെയ്തെടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു ഫ്ലവർ വരച്ചെടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തിട്ട് ഇത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഓറഞ്ചിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് 2 or 3 ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഓരോ കളറിലും 2 ഫ്ലവേഴ്സ് വീതം കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. ഇപ്പോൾ ഒരു ഫ്ലവർ ഞാൻ വരച്ചെടുത്തിട്ടുള്ളത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തന്നെ വെച്ചിട്ട് നമ്മൾ അടുത്ത ഫ്ലവേഴ്സ് ഇതിലാണെന്നുണ്ടെങ്കിലും അടുത്ത ഷീറ്റിലാണെന്നുണ്ടെങ്കിലും നമ്മൾ വരച്ചെടുക്കുക കേട്ടോ. ഇതിങ്ങനെ വെച്ചിട്ട് പേന കൊണ്ടൊന്നും വരക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നമ്മളത് കട്ട് ചെയ്തൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് പേന കൊണ്ടൊക്കെ വരച്ചത് നമ്മൾ ബാക്ക് സൈഡിൽ കാണുമ്പോൾ അതൊരു വൃത്തികേട് തന്നെയാണ്. അപ്പോൾ ബോയും കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇതുപോലെ പെൻസിൽ യൂസ് ചെയ്തിട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടൂത്ത് പിക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്കത് കാണാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ കാണൂല ടൂത്ത് പിക്കൊക്കെ വെച്ചിട്ട് വരച്ചാൽ. അത് കാരണം കൊണ്ടാണ് കേട്ടോ പെൻസിൽ എടുത്തിട്ടുള്ളത്. പെൻസിലാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഓരോന്നും വരച്ചു കൊടുക്കുക കേട്ടോ. ഒന്നിലും നമ്മൾ 2 ഫ്ലവേഴ്സ് വീതം കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഫ്ലവേഴ്സിൻ്റെ വലിപ്പവും ഞാൻ പറഞ്ഞ ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇത് നമ്മുടെ അയൺ ബോക്സിൽ വെച്ചിട്ട് ഈ ഒരു ഭാഗം ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു ഭാഗം ചൂടാക്കുമ്പോൾ ഇതിങ്ങനെ വീർത്ത് വരും. അപ്പോൾ വീർത്ത് വരുമ്പോൾ നമ്മൾ അതെടുത്തതിന് ശേഷം ഈ
പെൻസിലിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് എന്തുകൊണ്ടെങ്കിലും അല്ലെങ്കിൽ പേനയുടെ ബാക്ക് സൈഡ് കൊണ്ട് എന്തുകൊണ്ടെങ്കിലും നിങ്ങളിങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക. ഇനി ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ വെച്ചിട്ടും ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തെടുത്തിട്ട് കാണിച്ചു. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു അവസരം നിങ്ങൾ പാഴാക്കാതിരിക്കുക കേട്ടോ. ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേക്ക് നല്ല നിങ്ങൾക്ക് ഹെയർ ബാൻഡ്സും കാര്യങ്ങളൊക്കെ സെയിലാവും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റേറ്റ് കൂടിയ ഐറ്റംസ് വെച്ചിട്ട് ലെതർ ഷീറ്റും അതുപോലെ നല്ല നല്ല റേറ്റ് കൂടിയ ഐറ്റംസ് വെച്ചിട്ട് ഒരിക്കലും ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാക്കാതിരിക്കാൻ നോക്കുക. പ്രത്യേകിച്ച് ഇൻഡിപെൻഡൻസ് ഡേക്കൊക്കെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ആളുകൾ വാങ്ങും. പക്ഷേ റേറ്റ് കൂടുതലാക്കാതെ എന്നാൽ ഈ ഗ്ലിറ്റർ ഫോം ഷീറ്റ് അതുപോലെ തന്നെ റിബൺസ് അതൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഇത് ഭംഗിയും ഉണ്ടാവും. ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആവും. അപ്പോൾ വാങ്ങുന്നവർക്കാണെന്നുണ്ടെങ്കിലും നമുക്കാണെന്നുണ്ടെങ്കിലും റേറ്റ് കുറച്ച് കൊടുക്കാനും പറ്റും. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ഒരു മാസം കൂടി ഉണ്ടല്ലോ, ജൂലൈ കഴിഞ്ഞിട്ടല്ലേ ആഗസ്റ്റ് ആവുള്ളൂ, അങ്ങനെയൊന്നും കരുതി ഇരിക്കാതെ ഇപ്പം തന്നെ ഇതിനുള്ള മെറ്റീരിയൽസ് വാങ്ങി ചെയ്ത് തുടങ്ങാം കേട്ടോ. മോഡൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങാം. എന്നാലാണ് നിങ്ങൾക്ക് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ തട്ടിക്കൂട്ടാൻ നിന്നാൽ ചിലപ്പോൾ ഫോട്ടോ എടുക്കലും കാര്യങ്ങളും അല്ലാതെ ഓരോ മോഡൽസും ചെയ്യലും കാര്യങ്ങളും ഒക്കെപ്പാടെ എല്ലാം നിങ്ങൾക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ സമയം വൈകുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഓർഡേഴ്സ് ചിലപ്പോൾ വേറെ ആർക്കെങ്കിലും പോവും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇത് ആ ഒരു സമയത്ത് കിട്ടണ്ടേ, ആ സമയം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഓർഡർ ആവാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഏതൊരു സീസൺ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ അതിനുള്ള മോഡൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം അതുപോലെ ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ കൈ വെച്ചിട്ടാണ് കേട്ടോ നടുവിൽ പ്രസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം എൻ്റെ ഫ്ലവേഴ്സ് കണ്ടിരുന്നല്ലോ, ഞാൻ അത്രയും വൃത്തിയില്ലാതെയാണ് കട്ട് ചെയ്യും വരക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ചെയ്തു വന്നപ്പോൾ ഇങ്ങനെ ചൂടാക്കിയപ്പോൾ നമ്മുടെ പെറ്റൽസൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങൾ അങ്ങനെ വരക്കരുത് കേട്ടോ. നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനുള്ളതാവുമ്പോൾ ആദ്യം കാർഡ്ബോർഡിലൊക്കെ ചെയ്തിട്ട് തന്നെ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഒന്നിൻ്റെ മുകളിൽ ഇപ്പോൾ ഒന്ന് വലുതും ഒന്ന് ചെറുതൊക്കെ ആവും നമ്മൾ ഉരുക്കി വരുമ്പോൾ. അപ്പോൾ ഏതാണോ വലുത് അത് അടിയിൽ വെക്കുക, അതിൻ്റെ മേലെ മറ്റേത് വെക്കുക. അങ്ങനെ ഓരോന്നും വെച്ച് അറേഞ്ച് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെ വെച്ച് നിങ്ങൾക്കത് ഹെയർ ക്ലിപ്പിലോ അല്ലെങ്കിൽ ഹെയർ ബാൻഡിലോ ഒക്കെ ആയിട്ട് വെച്ച് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ നടുവിൽ വേണമെന്നുണ്ടെങ്കിൽ ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ തന്നെ ചെറിയൊരു പീസ് ബ്ലൂ നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഒട്ടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല ബ്ലൂവിൻ്റെ മുത്തോ സ്റ്റോണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കൊടുക്കാം. ഇനി ഒന്നും വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഓറഞ്ചും വൈറ്റും ഗ്രീനും ആയിട്ട് അങ്ങനെയും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഫ്ലവേഴ്സും ഡിഫറെൻറ്റ് സ്റ്റൈലിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ ചാനലിൽ വേറെയും കുറേ വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ മേക്കിംഗ് വീഡിയോസ് കുറച്ച് കുറവാണ്. പക്ഷേ നമ്മൾ ആദ്യമൊക്കെ ഒരുപാട് മേക്കിംഗ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ മോഡൽസ് എല്ലാം നിങ്ങൾക്ക് ഇൻഡിപെൻഡൻസ് ഡേക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ഇൻഡിപെൻഡൻസ് ഡേക്ക് തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു, ബോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ തന്നെ ഉണ്ട്. അല്ലാതെയും നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെന്നുണ്ടെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യൂ കേട്ടോ.